നല്ലതുപോലെ പഴുത്ത പഴവുമല്ല, മീഡിയം സൈസ് പഴം വേണം നമ്മളെപ്പോഴും മേടിക്കാൻ. ഇന്ന് തന്നെ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കത്തില്ലേ ഫ്രഷ് ആയിട്ടുള്ള പഴം, അത്ര പഴുത്തതുമല്ല അത്ര പച്ചയല്ലാത്ത പഴം. ഒരിക്കലും പഴുത്ത പഴം നമ്മൾ യൂസ് ചെയ്യലും അത് കുളമായിപ്പോവും കേട്ടോ, അത് ശരിയാകത്തില്ല. പഴുത്ത പഴം വെച്ച് നമ്മൾ ചെയ്താൽ ഒരിക്കലും ശരിയാകത്തില്ല. ഇനി ഏത്തയ്ക്ക വെന്തെന്ന് നമ്മൾ അറിയുന്നത് ഇതേ കണ്ടില്ലേ, അതിലൊരു ചെറിയ പൊട്ടൽ പോലെ വീണുണ്ട്. തൊലി ഒന്ന് പൊട്ടി വരുമ്പോഴാണ് അതിൻ്റെ പാകം. അപ്പം മനസ്സിലാക്കണം, ആ പരുവാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് ചൂടോടെ തന്നെ തൊലി ഉരിച്ച് അത് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. ഇത് പൊട്ടറ്റോ സ്മാഷറോ അങ്ങനെയൊന്നും വെച്ച് ചെയ്താൽ ശരിയാവത്തില്ല കേട്ടോ. ചിലർ ഹാൻഡ് മിക്സറി വെച്ച് ചെയ്യും, മിക്സി വെച്ച് ചെയ്യും. ഒന്നീ നിങ്ങളുടെ വീട്ടിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കണം, സൂപ്പറാണ്. ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് അമ്മിക്കല്ലും ഇല്ല, ഗ്രൈൻഡറും ഇല്ല. അപ്പം ഞാൻ ചെയ്യുന്ന എളുപ്പപ്പണി ഇങ്ങനെ, ചപ്പാത്തിയുടെ ഈ സിലിക്കോൺ മാറ്റില്ലേ, ഇതിലോട്ട് ചൂടോടായ ഏത്തയ്ക്ക ഇട്ടിട്ട് ആ റോളർ പിൻ വെച്ച് ഇങ്ങനെ അരച്ചെടുക്കും. നല്ല സ്മൂത്തായിട്ടുള്ള ഏത്തയ്ക്കയല്ലേ, പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും സ്മൂത്തുമായിട്ട് ഷേപ്പായിട്ട് കിട്ടണമെങ്കിലേ ഏത്തയ്ക്ക ഇതുപോലെ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. പൊട്ടറ്റോ സ്മാഷറോ ഇതൊന്നും വെച്ചിട്ട് നമുക്കിത് ശരിയാവത്തില്ല. ഇതിൻ്റെ കറക്റ്റ് പാകം കണ്ടില്ല, ഇങ്ങനെ തേച്ച് ഇങ്ങനെ അരച്ചെടുക്കണം. ഇത് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, സ്പീഡിയാണ്. ചൂടോടുകൂടെ ആകുമ്പം പെട്ടെന്ന് നമുക്കത് അരച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെ കണ്ട നല്ല ഷേപ്പ്. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കിയെടുക്കാം. എളുപ്പപ്പണിയാണ്, നമുക്ക് വിചാരിച്ചാൽ പെട്ടെന്ന് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഉരുട്ടി ഏത് ഷേപ്പിലും ആക്കിയെടുക്കാം. ഇതുപോലെ ഒരു റോളറും പിന്നും ഉണ്ടെങ്കിൽ, ചപ്പാത്തി പലകയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉന്നക്ക ഉണ്ടാക്കിയെടുക്കാം. ഇതാ അതിൻ്റെ ഒരു പാകം. മധുരമില്ലാത്ത ഏത്തയ്ക്ക ആണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് വായി വെച്ചൊന്ന് നോക്കണം മധുരത്തിൻ്റെ പാകമേ. ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ടപ്പോൾ മധുരം കുറവായിരുന്നു. പിന്നെ 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ തന്നെ അതൊന്നും കൂടെ സ്മൂത്തായി കിട്ടും. അതും ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ. നല്ലപോലെ സ്മൂത്താക്കി എടുത്ത് നല്ലപോലെ അതിൻ്റെ പാകത്തിനാക്കി, കണ്ടില്ലേ, ആക്കി എടുത്തിട്ട് ഇനി അത് കുഴച്ച് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കണ്ടേ, അതും പെട്ടെന്ന് ഈസി ആയിട്ട് ഫില്ലിങ് റെഡിയാക്കാം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലോട്ട് ഞാൻ നിങ്ങളുടെ ആവശ്യത്തിനുള്ള നട്ട്സ്, അണ്ടിപ്പരിപ്പോ ഉണക്ക മുന്തിരിങ്ങ ഇല്ലേ, വെള്ള മുന്തിരിങ്ങ, അത് പിന്നെ 1 കപ്പ് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായാൽ മതിയേ. ഒത്തിരി ഇട്ടങ്ങ് ബ്രൗൺ നിറമാക്കി എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടിട്ട് ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി അങ്ങ് ഓഫാക്കി മാറ്റി വെക്കാം. ചിലർ ഇതിൻ്റെ കൂടെ മുട്ട ചിക്കിയിടും. അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മുട്ട ചിക്കിയിട്ട് ഈ തേങ്ങാക്കൂടിൻ്റെ കൂടെ ഇട്ട് മിക്സാക്കിയാൽ മതി. അല്ലെങ്കിൽ മുട്ട ചിക്കിയത് മാത്രം വെക്കുന്നവരുണ്ട്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഈ പാകത്തിനങ്ങ് ഓഫാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉന്നക്ക ഉണ്ടാക്കാം. ആദ്യം തന്നെ കയ്യിലോട്ട് നല്ലപോലെ ഒന്ന് എണ്ണ തൂത്ത് കൊടുക്കണേ, 2 കയ്യിലോട്ടും. എന്നിട്ട് അതിൽ നിന്ന് ചെറിയൊരു ബോൾ എടുക്കണം. ചെറിയൊരു ബോൾ എടുത്ത് കൈപ്പത്തി വെച്ച് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണേ. കണ്ടില്ലേ, കയ്യിലോട്ട് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കിട്ടും, നമ്മുടെ ഷേപ്പിന് ഈസി ആയിട്ട് ഇത് കിട്ടും. ഇങ്ങനെ തേച്ച് അതിനെ വലുതാക്കി എടുക്കണം. ഓരോരുത്തരുടെ ഇഷ്ടത്തിന്, ചിലർക്ക് ചെറിയ ഉന്നക്കായിരിക്കും ഇഷ്ടം. ഞാൻ ഏകദേശം ഒരു മീഡിയം ടൈപ്പ് ഉന്നക്കാണ്. ഇതുപോലെ നല്ല തേച്ചങ്ങോട്ട് എടുക്കണം. ഇനി ആ ഫില്ലിങ്ങിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കണം. ഓവറായിട്ട് അങ്ങ് ഫില്ല് ചെയ്യണ്ട കേട്ടോ, പിന്നെ അത് പുറത്ത് ചാടും. ആവശ്യത്തിന് മതി, ഇത് ധാരാളം. ഈ 2 ടേബിൾ സ്പൂൺ ഫില്ലിങ്ങും ഇട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്ത് കണ്ടില്ലേ, 2 അറ്റവും ഒന്ന് പ്രസ് ചെയ്ത് അത് ലോക്കാക്കി കൊടുക്കണം. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട്, കണ്ടില്ലേ, ഈ ഒരു വിരൽ വെച്ച് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കണ്ട ഇങ്ങനെ ചെയ്ത് അതിനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. ആദ്യം ഒരു ഷേപ്പ്ലെസ് പോലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മളിത് ഈ ഒരു വിരൽ വെച്ച് നല്ലപോലെ കണ്ടില്ലേ
ഈ ഒരു വിരൽ വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇത് എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഉന്നക്കായുടെ ഷേപ്പ് അറിയാമല്ലോ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലല്ലേ. ഇതിൻ്റെ രണ്ടറ്റം ഇങ്ങനെ കൂർത്തിരിക്കും. അതിന് ഈ കൈപ്പത്തിയുടെ ഉള്ളിലോട്ട് വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്ത് ഷേപ്പാക്കി എടുത്താൽ മതി. ആ രണ്ട് സൈഡും കണ്ടില്ലേ, ഇങ്ങനെ ഷേപ്പാക്കി നമുക്ക് എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ ഇതുപോലൊരു വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ആ ക്രാക്കൊക്കെ ഒന്ന് പോയി ഈസി ആയിട്ട് കണ്ടില്ലേ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഏകദേശം ഇത്രയും വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചെറുത് വെക്കാം കേട്ടോ. ഒരെണ്ണം കൂടെ അങ്ങനെ ചെയ്ത് കാണിക്കാവേ. എളുപ്പമാണ്, ഈസി ആയിട്ട് കണ്ടില്ലേ. ഒരു ബോൾ എടുത്തിട്ട് കൈപ്പത്തിയിലോട്ട് വെച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്ത് ഇങ്ങനെ നല്ലപോലെ അത് തേച്ച് കൊടുക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഇതിട്ട് കൊടുക്കണം, മിക്സ് ഇട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കണേ. എന്നിട്ട് കണ്ടില്ലേ ചെയ്യില്ലേ, ഇങ്ങനെ കൈയുടെ ഉൾഭാഗത്തിലോട്ട് വെച്ച് ആ 2 കൂർത്ത ഷേപ്പ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ മസാജ് ചെയ്ത് അതിനെ നല്ല ഷേപ്പാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. കണ്ടില്ലേ, ഇത്രയും കിട്ടിയിട്ടുണ്ട് 3 ഏത്തയ്ക്കയ്ക്ക്. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് ഒരാഴ്ച 2 ആഴ്ച ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ചൂടോടെ ഇതുപോലെ എണ്ണയിലും ഇട്ട് പൊരിച്ചെടുക്കാം. അത്യാവശ്യം എണ്ണ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ കേട്ടോ, ഒത്തിരി ഫ്ലെയിം ഇടണ്ട, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. നമ്മൾ ഏത്തക്കയിലും പഞ്ചാരയൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ പെട്ടെന്ന് ആ ബ്രൗൺ നിറം വരും. അത് കാരണം ചെറിയ തീയിലും, എന്നാൽ എണ്ണ കുടിക്കാനും പാടില്ല, ആ രീതിയിൽ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ആ വെള്ള ഭാഗം ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ മൊരിച്ച് എടുക്കണം. കണ്ടില്ലേ ഇതുപോലെ. ഇത് അത്യാവശ്യം വീട്ടിൽ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇതിനൊരു 15 തൊട്ട് 18 രൂപ വരെ കിട്ടും കേട്ടോ. ഇപ്പം നല്ല വീട്ടിലുണ്ടാക്കുന്ന നല്ല ഡിമാൻഡാണ്. അതുകൊണ്ട് ഇത് സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ 15 തൊട്ട് 18 രൂപ ഓരോ ഏരിയ അനുസരിച്ച് നമുക്കിത് വിൽക്കാനും പറ്റും. വീട്ടമ്മമാർ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവില്ലേ, അവർക്ക്. കണ്ടില്ലേ, ഞാൻ നല്ല പരുവമായപ്പം ഇതാക്കിയെടുത്ത്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ കണ്ടോ, നല്ല ടേസ്റ്റി ഉന്നക്ക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. താങ്ക്